ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ത്രയോദശോധ്യായം. ഇതിൽ 18 ശ്ലോകങ്ങൾ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ ഒന്ന് ചൊല്ലിക്കേൾക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ ത്രയോദശോധ്യായഃ. സൂത ഉവാച നിശമ്യ കൗശാരവിണോപവർണിതം ധ്രുവസ്യ വൈകുണ്ഠ പദാധിരോഹണം പ്രരൂഢഭാവോ ഭഗവത്യധോക്ഷജേ പ്രഷ്ടും പുനസ്തം വിദുരപ്രചക്രമേ. വിദുര ഉവാച കേ തേ പ്രചേതസോ നാമ കസ്യാപത്യാനി സുവ്രത കസ്യാൻവവായേ പ്രഖ്യാതാഃ കുത്ര വാ സത്രമാസത. മന്യേ മഹാഭാഗവതം നാരദം ദേവദർശനം യേന പ്രോക്തക്രിയായോഗ പരിചര്യാവിധിർഹരേ. സ്വധർമ്മശീലൈഃ പുരുഷൈർ ഭഗവാൻ യജ്ഞപൂരുഷഃ യുജ്യമാനോ ഭക്തിമതാ നാരദേനേരിദഖില. യാസ്താ ദേവർഷിണാ തത്ര വർണ്ണിതാ ഭഗവത്കഥാഃ മഹ്യം ശുശ്രൂഷവേ ബ്രഹ്മൻ കാസ്നേനാജഷ്ടുമർഹസി. മൈത്രേയ ഉവാച ധ്രുവസ്യ ചോത്കലപുത്ര പിതരി പ്രസ്ഥിതേ വനം സാർവഭൗമശ്രിയം നൈച്ഛത് അധിരാജാസനം പിതുഃ. സജന്മനോപശാന്താത്മാ നിസ്സംഗഃ സമദർശന ദദർശ ലോകേ വിദദം ആത്മാനം ലോകമാത്മനി. ആത്മാനം ബ്രഹ്മനിർവാണം പ്രത്യസ്തമിത വിഗ്രഹം അവബോധരസൈകാത്മ്യം ആനന്ദമനുസന്തതം. അവ്യവച്ഛിന്നയോഗാഗ്നി ദഗ്ധകർമ്മമലാശയഃ സ്വരൂപമവരുന്ധാനോ നാത്മനോന്യം തദൈക്ഷത. ജഡാന്ധബധിരോന്മത്തമൂകാകൃതിരതന്മതി രക്ഷിതപഥിബാലാനാം പ്രശാന്താർച്ചിരിവാനലഃ മത്വാ തം ജഡമുന്മത്തം കുലവൃദ്ധാഃ സമന്ത്രിണഃ വത്സരം ഭൂപതിം ചക്രുർ യവീയാം സംഭ്രമേ സുതം. സ്വർവീധരോ വത്സരസ്യേഷ്ടാ ഭാര്യാസൂത ഷഡാത്മജാൻ പുഷ്പാർണം തിക്മകേതും ച ഇഷ്ടമൂർജം വസും ജയം. പുഷ്പാർണസ്യ പ്രഭാ ഭാര്യാ ദോഷാ ച ദ്വേ ബഭൂവതു പ്രാതർമധ്യം ദിനം സായം ഇതി ഹ്യാസൻ പ്രഭാസുതാഃ. പ്രദോഷോ നിശിഥോ വ്യുഷ്ടൈതി ദോഷാസുതാസ്ത്രയഃ വ്യുഷ്ടഃ സുതം പുഷ്കരിണ്യാം സർവതേജസമാദധേ. സ ചക്ഷുസ്സുതമാകൂത്യാം പത്ന്യാം മനുമവാപഃ മനോരസൂത മഹിഷീ വിരജാന്നഡ്വലാസുതാൻ. പുരും കുൽസം ത്രിതം ദ്യുമ്നം സത്യവന്തമൃതം വ്രതം അഗ്നിഷ്ടോമമദീരാത്രം പ്രദ്യുമ്നം ശിബിമുൽമുഖം. ഉൽമുഖോ ജനയൽ പുത്രാൻ പുഷ്കരിണ്യാം ഷഡുത്തമാൻ അംഗം സുമനസംഖ്യാദിം ക്രതുമങ്കിരസം ഗയം. സുനീതാംഗസ്യയാ പത്നി സുഷുവേവേനമുൽബണം യദ്ദൗശീല്യാത്സരാജർഷിർ നിർവിണ്ണോ നിരകാൽ പുരാൽ. ഇനി 19ാമത്തെ ശ്ലോകമാണ് എടുക്കേണ്ടത്. യമംഗശേബുക്കുപിതാ വാഗ്വജ്രാമുനയ കില ഗദാസോസ്തസ്യ ഭൂയസ്തേ മമന്ധുർദക്ഷിണം കരം. യമംഗശേബുക്കുപിതാ വാഗ്വജ്രാമുനയ കില ഗദാസോസ്തസ്യ ഭൂയസ്തേ മമന്ധുർദക്ഷിണം കരം. അല്ലയോ വിതുര, അംഗ അവിടെ വിളിക്കുന്ന വിതുരനെ. ഷേബുഹു കുപിത വാഗ്വജ്രാമുനയ, ആ മഹർഷിമാര് വജ്രായുധങ്ങളെപ്പോലെയുള്ള വാക്കുകൾ ഉള്ള ആ മഹർഷിമാര് കുപിത കോപം കൊണ്ട് കുപിതരായിട്ട് ആ വേനനെ ശപിച്ചു. കുപിതാശേപുഹു, വേനനെ ശപിച്ചു. എന്നിട്ടോ ഗദാസോസ്തസ്യ, പിന്നീട് ആ മരിച്ചുപോയ, ആ ആയുസ് നഷ്ടപ്പെട്ടു പോയ ആ വേനന്റെ ഭൂയസ്തേ മമന്ധുർ, മരിച്ചുപോയിരിക്കുന്ന ആ വേനന്റെ ആ വലത്തെ കരം, മമന്ധുർദക്ഷിണം കരം, വലത്തെ കൈയെടുത്തിട്ട് അവർ കടഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ നോക്കാം നമുക്ക്. ഹേ അംഗ, അല്ലയോ പ്രിയപ്പെട്ടവനെ. വിതുര അർത്ഥം. യം, യാതൊരുവനെ. വാഗ്വജ്രം, വാക്കാവുന്ന വജ്രായുധത്തോടു കൂടിയ. മുനയഃ, ഋഷിമാർ. കുപിതാഹ, കുപിതരായിട്ട്. ശേബുഹു കില, ശപിച്ചു അത്രേ. തേ, അവർ. ഭൂയഃ, പിന്നീട്. ഗതാസോഹോ, അങ്ങനെ മൃതനായിരിക്കുന്ന. തസ്യ, അവൻ്റെ, അവയനൻ്റെ. ദക്ഷിണം, വലത്തെ. കരം, കയ്യ്. മമന്ധുഹു, കടഞ്ഞു. കൂടി പറയാം. ഹേ അംഗ, അല്ലയോ പ്രിയപ്പെട്ട വിതുര. യം, യാതൊരുവനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേനനെ. വാഗ്വജ്രാഹ, വാക്കാവുന്ന വജ്രായുധത്തോടു കൂടിയ. മുനയഃ, ഋഷിമാര്. കുപിതാഹ, കുപിതരായിട്ട്. ശേപുഹു കില, ശപിച്ചുവത്രേ. തേ, അവർ. ഭൂയഃ, പിന്നീട്. ഗദാസോഹോ, അങ്ങനെ മൃതനായിരിക്കുന്ന. തസ്യ, അവൻ്റെ. ദക്ഷിണം, വലത്തെ. കരം, കയ്യ്.
മമന്ധു കടഞ്ഞു. അപ്പോൾ ഇതിൽ തന്നെ വന്നിട്ട് ഹേ അംഗ യം വാഗ്വജ്രാഹ മുനയഃ കുപിതാഃ ശേവുഃ കില തേ ഭൂയഃ ഗതാസോഃ തസ്യ ദക്ഷിണം കരം മമന്ധുഃ. ഒന്നുകൂടി പറയാം. ഹേ അംഗ യം വാഗ്വജ്രാഹ മുനയഃ കുപിതാഃ ശേവുഃ കില തേ ഭൂയഃ ഗതാസോഃ തസ്യ ദക്ഷിണം കരം മമന്ധുഃ. അല്ലയോ പ്രിയപ്പെട്ടവനെ, യാതൊരുവനെ ആ വാക്കാവുന്ന വജ്രായുധത്തോടു കൂടിയ ആ ഋഷിമാര് കുപിതരായിട്ട് ശപിച്ചുവത്രേ. അവർ പിന്നീട് അങ്ങനെ മൃതനായിരിക്കുന്ന അവൻ്റെ ആ വലത്തെ കയ്യ് കടഞ്ഞു. അല്ലയോ പ്രിയപ്പെട്ട വിതുര, ക്രുദ്ധരായാൽ വജ്രതുല്യമായിരിക്കുന്ന വാക്ക് പ്രയോഗിക്കുന്നവരായിരിക്കുന്ന മഹർഷിമാർ വേനനെ ശപിച്ചു. അനന്തരം ആ മുനിമാർ വേനന്റെ ജഡശരീരത്തിൻ്റെ വലതുകൈ കടഞ്ഞു. വേനന്റെ ആ ദുഷ്ടതകൾ സഹിക്കാനാകാതെ വന്നപ്പോൾ ആ മുനിമാർ അവനെ ശപിച്ചു. ശാപമേറ്റ് മരിച്ച ആ വേനന്റെ വലതുകൈ മുനിമാർ മഥനം ചെയ്തു. മഥനം ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഹേ പൂജ്യനായ വിതുര, വേനൻ്റെ ആ ദുർവ്യാപാരത്താൽ കോപിച്ച മുനിമാർ വജ്രം പോലെയുള്ള അവരുടെ വാക്കാകുന്ന ആയുധത്തെ അവൻ്റെ നേർക്ക് പ്രയോഗിച്ചു. അവൻ നശിക്കണം എന്ന നിശ്ചയത്തോടുകൂടെ അവനെ അവർ ശപിച്ചു. പ്രാണഹീനനായിരിക്കുന്ന അവൻ്റെ വലത്തു കൈയിനെ അവർ മഥനം ചെയ്തു, എന്ന് കടഞ്ഞു എന്നർത്ഥം. ഇതിൽ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. വ്യാഖ്യാനത്തിൽ ഏ വേനം മുനയഃ ശേപു, ആ വേനനെ മുനിമാര് ശപിച്ചു. ഗതപ്രാണസ്യ, മരിച്ചുപോയ വേനൻ, അവൻ്റെ ദക്ഷിണം കരം, അവൻ്റെ വലത്തുകൈ മുനയോഹോ മമന്ധു, മുനിമാര് അതിനെ കടഞ്ഞു എന്നർത്ഥം. യം വേനം മുനയഃ ശേപു, ആ വേനനെ മുനിമാര് ശപിച്ചു. ഗതപ്രാണസ്യ, ആ പ്രാണൻ പോയ ആ വേനൻ്റെ തസ്യ ദക്ഷിണം കരം, അവൻ്റെ ദക്ഷിണം വലത്തെ കൈ മുനയോ, ആ മുനിമാര് മമന്ധു. അപ്പോൾ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത് യം വേനം മുനയഃ ശേപു ഗതപ്രാണസ്യ തസ്യ ദക്ഷിണം കരം മുനയോഹോ മമന്ധു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം വന്നിട്ട് 20ാമത്തെ ശ്ലോകം. അരാജകേ തദാലോകേ ദസ്യുഭിഃ പീഡിതാഃ പ്രജാഃ ജാതോ നാരായണാംശേന പൃഥുരാദ്യക്ഷിതീശ്വരഃ. അരാജകേ തദാലോകേ ദസ്യുഭിഃ പീഡിതാഃ പ്രജാഃ ജാതോ നാരായണാംശേന പൃഥുരാദ്യക്ഷിതീശ്വരഃ. അങ്ങനെ ആ ലോകത്തിൽ രാജാവില്ലാതെയപ്പോൾ അവിടെ അരാജകത്വം വന്നു. അപ്പോൾ പ്രജകൾ ജനദ്രോഹികളാൽ പീഡിക്കപ്പെട്ടു. ജനദ്രോഹികളെ കൊണ്ട് പ്രജകൾ പീഡിക്കപ്പെട്ടപ്പോൾ അവിടെ നാരായണാംശം ആയിട്ട്, ആ വിഷ്ണു ഭഗവാന്റെ അംശമായിട്ട് അവിടെ പൃഥു എന്ന ഒരു ആദിരാജാവ് ജനിച്ചവനായി. വേനൻ്റെ അദക്ഷിണമായ വലത്തെ കൈനെ കടഞ്ഞപ്പോൾ അതിൽ നിന്നും പൃഥു എന്ന രാജാവ് അവിടെ ജനിച്ചവനായി. അരാജകേ തദാലോകേ ദസ്യുഭിഃ പീഡിതാഃ പ്രജാഃ ജാതോ നാരായണാംശേന പൃഥുരാദ്യക്ഷിതീശ്വരഃ. പോലത്തെ പദങ്ങൾ നോക്കാം. ലോകേ, ലോകത്തിൽ, അരാജകേ, അരാജകത്വം വന്ന്, പ്രജാഃ, പ്രജകൾ, ദസ്യുഭിഃ, ജനദ്രോഹികളാൽ, പീഡിതാഃ, പീഡിക്കപ്പെട്ടവരായി. അങ്ങനെ ആ രാജാവില്ലാതെ ആയപ്പോൾ, തഥാ, അപ്പോൾ, നാരായണാംശേന, വിഷ്ണു ഭഗവാന്റെ അംശമായിട്ട്, പൃഥു എന്ന ആദ്യ ക്ഷിതീശ്വര, ആദിരാജാവ്, ജാതഃ, ജനിച്ചവനായി. പോലത്തെ പദങ്ങളൊന്നും കൂടി പറയാം. ലോകേ, ലോകത്തിൽ, അരാജകേ, അരാജകത്വം വന്ന്, പ്രജാഃ, പ്രജകൾ, ദസ്യുഭിഃ, ജനദ്രോഹികളാൽ, പീഡിതാഃ, പീഡിപ്പിക്കപ്പെട്ടവരായിട്ട്, തഥാ, അപ്പോൾ, നാരായണാംശേന, വിഷ്ണു ഭഗവാന്റെ അംശമായിട്ട്, പൃഥു എന്ന ആദ്യ ക്ഷിതീശ്വര, ആദിരാജാവ്, ജാതഃ. ഇതിൽ തന്നെ വന്നിട്ട് ലോകേ അരാജകേ
പ്രജാഃ ദസ്യുഭിः പീഡിതാः തദാ നാരായണാംശേന പൃഥു ആദ്യക്ഷിതീശ്വരः ജാതः. എന്നുകൂടി പറയാൻ, ലോകേ അരാജകേ പ്രജാഃ ദസ്യുഭിः പീഡിതാः തദാ നാരായണാംശേന പൃഥു ആദ്യക്ഷിതീശ്വര ജാതഃ. ലോകത്തിൽ അരാജകത്വം വന്ന് പ്രജകൾ ജനദ്രോഹികളാൽ പീഡിപ്പിക്കപ്പെട്ടവരായി. അപ്പോൾ ആ വിഷ്ണു ഭഗവാന്റെ അംശം ആയിട്ട് അവിടെ പൃഥുവെന്ന ആ ആദിരാജാവ് ജനിച്ചവനായി. അപ്പോൾ വേനൻ മരിച്ചപ്പോൾ ആ രാജാവില്ലാത്ത അവസ്ഥ വന്നു. പ്രജകളെ ദസ്യുക്കളും മറ്റും, ദസ്യുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനദ്രോഹികൾ, മറ്റും പീഡിപ്പിച്ചു. അങ്ങനെ വന്നപ്പോഴാണ് വേനൻ്റെ കരം മഥനം ചെയ്തത്. അതിൻ്റെ ഫലമായിട്ട് ഭഗവതംശം ആയിരിക്കുന്ന, ഭഗവതംശാവതാരം ആയിരിക്കുന്ന പൃഥു ആവിർഭവിച്ചു. അദ്ദേഹം ആദിരാജാവ് എന്ന് അറിയപ്പെടുന്നു. ആദ്യത്തെ രാജാവെന്ന്. ആദ്യ പുരഗ്രാമാദീനാം തേന രചിതത്വാൽ എന്ന് ശ്രീധരാചാര്യ സ്വാമികളുടെ ആദ്യമായിട്ട് രാജ്യത്തെ പുരം, ഗ്രാമം എന്നൊക്കെ തുടങ്ങി വ്യവസ്ഥപ്പെടുത്തിയതിനാലാണ് പൃഥുവിനെ ആദിരാജാവ് എന്ന് പറയുന്നത്. ആദ്യ പുരഗ്രാമാദീനാം തേന രചിതത്വാൽ. ആ പൃഥുവാണ് പുരങ്ങളും ഗ്രാമങ്ങളും ഒക്കെ ഉണ്ടാക്കിയത് അർത്ഥം. പൃഥുവിനെ ആദിരാജാവെന്ന് വിശേഷിപ്പിക്കാൻ വേറൊരു കാരണം ബ്രാഹ്മപുരാണത്തിൽ കാണാനുണ്ട്. പൃഥുർ വൈന്യസ്തഥാ ചൈമാം രരക്ഷ ക്ഷത്രപൂർവജഃ രാജസൂയാഭിഷിക്താനാം ആദ്യസ്ഥ വസുധാധിപ. രാജസൂയത്തിലെ ആ മഹാഭിഷേകം എന്ന കർമ്മത്തിന് ആദ്യമായിട്ട് വിധേയൻ ആകയാൽ, ആദ്യമായിട്ട് രാജസൂയത്തിലെ മഹാഭിഷേകത്തിന് ആദ്യമായിട്ട് വിധേയൻ ആകയാൽ അദ്ദേഹത്തിന് ആദിരാജാവെന്ന പേര് കിട്ടിയെന്ന് ബ്രാഹ്മപുരാണത്തിൽ പറയുന്നത്. ഈ മഹാഭിഷേകത്തെ പറ്റി പ്രഥമസ്കന്ധത്തിലെ 10ാമത്തെ ശ്ലോകത്തിൽ വ്യാഖ്യാനത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. സർവാൻ ലോകാൻ വിന്ദേയാതാം സർവേഷാം രാജ്ഞാം ശ്രൈഷ്ഠ്യമധിഷ്ഠാം പരമതാം ഗച്ഛേത സാമ്രാജ്യം ഭോജ്യം. അങ്ങനെ അത് ഐതരേയ ബ്രാഹ്മണത്തിൽ പറയണതാണ്. മഹാഭിഷേകത്തിൻ്റെ ഫലമായിട്ട് ആ രാജാവ് ലോകത്തിൻ്റെ സർവാധിപതിയായിത്തീരുന്നു. പൃഥുവാണ് ആദ്യമായിട്ട് രാജസൂയത്തിലൂടെ ലോകത്തിൻ്റെ സർവാധിപത്യം സമ്പാദിച്ച ചക്രവർത്തി എന്ന അർത്ഥത്തിൽ പൃഥുരാദ്യം ക്ഷിതീശ്വര എന്നിവിടെ വ്യാഖ്യാനിച്ച് പറയുന്നു. അപ്പോൾ വേനൻ മരിച്ചപ്പോൾ രാജാവില്ലാത്ത ലോകത്തിൽ അരാജകത്വം ഉണ്ടായി. പ്രജകൾ ശത്രുക്കളാൽ പീഡിതരായി. അപ്പോൾ ആ നാരായണാംശത്തോടു കൂടിയിരിക്കുന്ന ആദിരാജാവായിരിക്കുന്ന പൃഥു ജനിച്ചു. വേനൻ്റെ ആ വലത്തുകൈനെ മുനിമാർ കടയുവാനുണ്ടായ കാരണം പറയുന്നു. മുനിശാപത്താൽ വേനൻ മരിച്ചു. അതിനു മുമ്പേ തന്നെ അംഗരാജാവ് രാജ്യം ഉപേക്ഷിച്ചു പോയി. അപ്പോൾ പരിപാലകൻ ഇല്ലാതെ ഭവിച്ച ആ രാജ്യത്തിലെ ജനങ്ങൾ ദുർജനങ്ങളിൽ നിന്നും പരോപദ്രവം അനുഭവിക്കുന്നവരായിട്ട് ദുഃഖിച്ചു തുടങ്ങി. അപ്പോൾ സത്യസങ്കല്പന്മാരായ മുനിമാർ ശ്രീനാരായണനെ സ്മരിച്ചുകൊണ്ട് വേനൻ്റെ വലത്തുകൈനെ മഥനം ചെയ്തു. അതിൽ നിന്നും പൃഥു ജനിച്ചു. അദ്ദേഹം ശ്രീനാരായണ അംശാവതാരമാകുന്നു. ലോകത്തിലെ ആദ്യനായ ആ രാജാവായിട്ട് ഭവിച്ചു. ഇതിനു മുമ്പും രാജാക്കന്മാരുണ്ടായിട്ടുണ്ടെങ്കിലും അവരിൽ വെച്ചും രാജ്യപരിപാലന വിഷയത്തിൽ പല പരിഷ്കാരങ്ങളെയും ഇദ്ദേഹം വരുത്തിയതുകൊണ്ടാണ് ആദ്യനായ രാജാവെന്ന് ജനങ്ങൾ പറഞ്ഞു എന്ന് ധരിക്കണം. അപ്പോൾ ഇവിടെ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞതെന്ന് നോക്കാം. ഗതപ്രാണസ്യ തസ്യ ദക്ഷിണം കരം മുനയോ മമന്തു തഥാ. അപ്പോൾ അവിടെ നാരായണാംശമായിട്ട് പൃഥുർജാതഃ ഇത്രേ പറഞ്ഞുള്ളൂ. അപ്പോൾ അവിടെ നാരായണാംശനായിട്ട് പൃഥു ജനിച്ചു എന്നേ പറഞ്ഞുള്ളൂ. തഥാ നാരായണാംശഃ പൃഥുർജാതഃ എന്നേ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 21ാമത്തെ ശ്ലോകം. വിതുര ഉവാച. വിതുരൻ പറയുകയാണ്, തസ്യ ശീലനിധേ സാധോർ ബ്രഹ്മണ്യസ്യ മഹാത്മനഃ രാജ്ഞഃ കഥമഭൂദ്ദുഷ്ട പ്രജാ യദ്വിമനായയൗ. തസ്യ ശീലനിധേ സാധോർ ബ്രഹ്മണ്യസ്യ മഹാത്മനഃ രാജ്ഞഃ കഥമഭൂദ്ദുഷ്ട പ്രജാ യദ്വിമനായയൗ. ശീലനിധേ, ആ പൃഥു മഹാരാജാവ് ശീലസമ്പന്നനാണ്, നല്ല സ്വഭാവമുള്ള ആളാണ്.
സാധോഹ സാധുശീലനാണ്, ബ്രഹ്മണ്യസ്യ ബ്രാഹ്മണഭക്തനാണ്, മഹാത്മാവാണ്. ആ രാജാവിന് ദുഷിച്ച സന്താനം എങ്ങനെ ഉണ്ടായി? രാജ്ഞ കഥമഭൂദുഷ്ടാ പ്രജായത് വിമനായയോ. ആ രാജാവിന് ഒരു ദുഷിച്ച സന്താനം ഇത് പറയുന്നത് വിതുര ഉവാച തസ്യ ശീലനിധേ സാധോർ ബ്രഹ്മണ്യസ്യ മഹാത്മനഃ രാജ്ഞഃ കഥമഭൂദുഷ്ടാ പ്രജാ യദ്വിമനായയോ. ആ അങ്കനെ പറ്റിയിട്ടാണ് പറയുന്നത്. ശീലസമ്പന്നനും സാധുശീലനും ബ്രാഹ്മണഭക്തനും മഹാത്മാവുമായിരിക്കുന്ന ആ രാജാവിന് ഇങ്ങനെ ഒരു ദുഷിച്ച വേനൻ ഉള്ള ഒരു പുത്രൻ എങ്ങനെ ഉണ്ടായി, എന്തുകൊണ്ട് എങ്ങനെ ഉണ്ടായി, അതുകൊണ്ട് മനസ്സുമെടുത്തവനായിട്ട് ഇറങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട്. അതാണ് പറയുന്നത്. തസ്യ ശീലനിധേ സാധോർ, എങ്ങനെയാണ് ഈ കുട്ടി വേനൻ എന്ന് പറഞ്ഞ ഇതുണ്ടായതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ നോക്കാം. ശീലനിധേ ശീലസമ്പന്നനും, സാധോഹോ സാധുശീലനും, ബ്രഹ്മണ്യസ്യ ബ്രാഹ്മണഭക്തനും, മഹാത്മനഃ മഹാത്മാവുമായിരിക്കുന്ന തസ്യ രാജ്ഞഃ ആ അംഗരാജാവിനാണ് പറയുന്നത്. അംഗരാജാവിന് ദുഷ്ടപ്രജാഹ ദുഷിച്ചതായിരിക്കുന്ന ഈ വേനൻ, ഈ സന്താനം, കഥം അഭൂൽ എങ്ങനെ ഉണ്ടായി, അതുകൊണ്ട് വിമനാഹ മനസ്സുമെടുത്തവനായിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയല്ലോ, ഏയോ ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഒന്നും കൂടി പറയാം. ശീലനിധേയെ ശീലസമ്പന്നനും, സാധോഹോ സാധുശീലനും, ബ്രഹ്മണ്യസ്യ ബ്രാഹ്മണഭക്തനും, മഹാത്മനഃ മഹാത്മാവുമായിരിക്കുന്ന തസ്യ രാജ്ഞ ആ രാജാവിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗരാജാവിനാണ്. പൃഥുവിൻ്റെ ആ മുമ്പേ ഉണ്ടായിരുന്ന ആ അംഗരാജാവിന്, വേനൻ്റെ അച്ഛന് അംഗരാജാവിന് ദുഷ്ടാ പ്രജ ദുഷിച്ച സന്താനം കഥം അഭൂൽ എങ്ങനെ ഉണ്ടായി, അതുകൊണ്ട് അദ്ദേഹം മനസ്സുമെടുത്തവനായിട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ വിതുരൻ ചോദിക്കുകയാണ്, സുശീലനും സാധുവും ബ്രാഹ്മണഭക്തനും മഹാത്മാവുമായിരിക്കുന്ന അംഗരാജാവിന് എങ്ങനെ ദുഷ്ടനായ പുത്രനുണ്ടായി? ആ പുത്രൻ്റെ ദുസ്വഭാവ നിമിത്തം അംഗന് മനസ്സുമെടുത്ത് രാജ്യം വിട്ട് പോകേണ്ടി വന്നുവല്ലോ. അപ്പോൾ പദങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് അന്വയം വന്നിട്ട് ശീലനിധേയ സാധോ ബ്രഹ്മണ്യസ്യ മഹാത്മനാ തസ്യ രാജ്ഞഃ ദുഷ്ടാ പ്രജാ കഥം അഭൂത് യത് വിമനാഹ യയോ. എന്നുകൂടി പറയാം. ശീലനിധേ സാധോ ബ്രഹ്മണ്യസ്യ മഹാത്മനഃ തസ്യ രാജ്ഞഃ ദുഷ്ടാ പ്രജാ കഥം അഭൂത് യത് വിമനാഹ യയോ. ആ ശീലസമ്പന്നനും സാധുശീലനും ബ്രാഹ്മണഭക്തനും മഹാത്മാവുമായിരിക്കുന്ന ആ രാജാവിന് ഈ ദുഷിച്ച സന്താനം എങ്ങനെ ഉണ്ടായി, അങ്ങനെ അദ്ദേഹം ആ മനസ്സുമെടുത്തവനായിട്ട് ഇവിടെ ഇറങ്ങിപ്പോയല്ലോ നിങ്ങൾ പറയണം. അപ്പോൾ വിതുരൻ ചോദിക്കുകയാണ്, ഈ സാധോ ശീലനിധിയും ബ്രാഹ്മണഭക്തനും മഹാത്മാവുമായിരിക്കുന്ന ആ അംഗരാജാവിന് ദുഷ്ടസന്താനം എങ്ങനെ ഉണ്ടായി, ഏതൊരുവൻ്റെ കാരണത്താൽ അദ്ദേഹം രാജ്യം വിട്ടുപോയി? വിതുരൻ പറയുകയാണ്, സൽസ്വഭാവിയും സദാചാരനിഷ്ഠനും ബ്രാഹ്മണഭക്തനും മഹാത്മാവുമായിരിക്കുന്ന അംഗരാജാവിന് ആ ദുഷ്പുത്രൻ എങ്ങനെ ഉണ്ടായി? പുത്രൻ്റെ ദുശീല നിമിത്തം രാജ്യം വിട്ടുപോയല്ലോ. സദാചാരാദി ആ സദ്ഗുണസമ്പന്നന് അത്രത്തോളം കുൽസിതശീലനായിരിക്കുന്ന പുത്രൻ ഉണ്ടായെന്ന് കേൾക്കുന്നതിൽ ആശ്ചര്യം തോന്നുന്നു. അതിൻ്റെ രഹസ്യമായ കാരണം അരുളി ചെയ്യണം ഉള്ള നിലയ്ക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിലത്തെ വ്യാഖ്യാനത്തിൽ നോക്കാം നമ്മൾക്ക്. വിതുരവാച സാധോരംഗസ്യ സാധുശീലനായിരിക്കുന്ന അംഗൻ്റെ ദുഷ്ടാ പ്രജ ദുഷ്ടനായിരിക്കുന്ന പ്രജ കഥം ബഭുവ എങ്ങനെയുണ്ടായി, അംഗൻ്റെ പുത്രൻ എങ്ങനെ ഉണ്ടായി, കഥം ബഭുവ യസ്മാൽ അതുകൊണ്ട് വനം സഗതവാൻ അദ്ദേഹം വനത്തിലേക്ക് പോയല്ലോ, രാജ്യമൊക്കെ വിട്ട് വനത്തിലേക്ക് പോയല്ലോ എന്ന് അംഗരാജാവ്. സാധോരംഗസ്യ ദുഷ്ടാ പ്രജ അസാധുവായിരിക്കുന്ന അംഗൻ്റെ ദുഷ്ടനായിരിക്കുന്ന പുത്രൻ പ്രജ കഥം ബഭുവ എങ്ങനെയുണ്ടായി, യസ്മാൽ അതുകൊണ്ട് അദ്ദേഹത്തിന് വനം സഗതവാൻ അദ്ദേഹം വനത്തിലേക്ക് പോയല്ലോ. അപ്പോൾ സാധോരംഗസ്യ ദുഷ്ടാ പ്രജ കഥം ബഭൂവ യസ്മാത് വനം സഗതവാൻ എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം വന്നിട്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 22ാമത്തെ ശ്ലോകം. കിം വാം ഹോ വേന ഉദ്ദിശ്യ
ബ്രഹ്മദണ്ഡമയൂയുജൻ ദണ്ഡവ്രതധരേശ രാജ്ഞി മുനയോ ധർമ്മകോവിദാഃ കിം വാം ഹോവേന ഉദ്ദിശ്യ ബ്രഹ്മദണ്ഡമയൂയുജൻ ദണ്ഡവ്രതധരേ രാജ്ഞി മുനയോ ധർമ്മകോവിദാഃ. അപരാധികളെ ശിക്ഷിക്കുന്ന രാജാവായിരിക്കുന്ന വേനനിൽ ധർമ്മങ്ങൾ നന്നായിട്ട് അറിയുന്ന ഋഷിമാര് എന്ത് തെറ്റിനെയാണ് ലാക്കാക്കിയിട്ടാണ് ആ ബ്രഹ്മശാപത്തെ പ്രയോഗിച്ചത് എന്നുള്ളതാ ചോദിക്കുന്നത്. കിം വാം ഹോ, എന്ത് തെറ്റിനെ, വേന ഉദ്ദിശ്യ, വേനന്റെ എന്ത് തെറ്റിനെ ഉദ്ദേശിച്ചാണ് ബ്രഹ്മദണ്ഡമയൂയുജൻ, ആ ബ്രാഹ്മണര് ബ്രഹ്മശാപത്തെ പ്രയോഗിച്ചത്. അയൂയുജൻ ദണ്ഡവ്രതധരേ രാജ്ഞി, അപരാധികളെ ശിക്ഷിക്കുന്ന ആളാണ് ആ വേനൻ. അപരാധികളെ ശിക്ഷിക്കുന്ന ആ വേനനെ എന്ത് തെറ്റിൻ്റെ മുകളിലാണ് അദ്ദേഹത്തിന് ശാപം ഇതാക്കിയത്? മുനയോ ധർമ്മകോവിദാഃ, മുനിമാര് ശപിച്ചതെന്ന് ചോദിക്കുകയാണ്. ഇതിലത്തെ പദങ്ങൾ ദണ്ഡവ്രതധരേ, അപരാധികളെ ശിക്ഷിക്കുന്ന രാജ്ഞി, രാജാവായ വേനനിൽ, ധർമ്മകോവിദാഃ, ധർമ്മങ്ങൾ നന്നായിട്ടറിയുന്ന, മുനയഃ, ഋഷിമാര്, കിം വാ അംഹ, എന്ത് തെറ്റിനെ, ഉദ്ദിശ്യ, ലാക്കാക്കിയിട്ട്, ബ്രഹ്മദണ്ഡം, ബ്രഹ്മശാപത്തെ, അയൂയുജൻ, പ്രയോഗിച്ചു. ഒന്നുകൂടി പറയാം. ദണ്ഡവ്രതധരേ, അപരാധികളെ ശിക്ഷിക്കുന്ന രാജ്ഞി, രാജാവായിരിക്കുന്ന വേനനിൽ, ധർമ്മകോവിദാഃ, ധർമ്മങ്ങൾ നന്നായി അറിയുന്ന, മുനയഃ, ഋഷിമാർ, കിം വാ അംഹ, എന്ത് തെറ്റിനെ ഉദ്ദേശ്യ, ലാക്കാക്കിയിട്ട്, ബ്രഹ്മദണ്ഡം, ബ്രഹ്മശാപത്തെ, അയൂയുജൻ, പ്രയോഗിച്ചു. അപ്പോൾ അതിലത്തെ അന്വയം വന്നിട്ട് ദണ്ഡവ്രതധരേ രാജ്ഞി വേനേ ധർമ്മകോവിദാഃ മുനയഃ കിം വാ അംഹ ഉദ്ദിശ്യ ബ്രഹ്മദണ്ഡം അയൂയുജൻ. എന്നും കൂടി പറയാം. ദണ്ഡവ്രതധരേ രാജ്ഞി വേനേ ധർമ്മകോവിദാഃ മുനയഃ കിം വാ അംഹ ഉദ്ദിശ്യ ബ്രഹ്മദണ്ഡം അയൂയുജൻ. അപരാധികളെ ശിക്ഷിക്കുന്ന രാജാവായിരിക്കുന്ന ആ വേനലിൽ ധർമ്മങ്ങൾ നന്നായി അറിയുന്ന ആ ഋഷിമാര് എന്ത് തെറ്റിനെ ലാക്കാക്കിയിട്ട് ആ ബ്രഹ്മശാപത്തെ പ്രയോഗിച്ചു. അപരാധികളെ ദണ്ഡിക്കുക മുതലായിട്ടുള്ള രാജധർമ്മങ്ങൾ നിർവഹിക്കേണ്ട വേനരാജാവിൽ എന്ത് ദോഷം കണ്ടിട്ടാണ് ധർമ്മങ്ങൾ നന്നായി അറിയുന്ന മുനീശ്വരന്മാർ ഉഗ്രമായ ശാപത്തെ പ്രയോഗിച്ചത്? പ്രജാപരിപാലനം ചെയ്യുന്ന രാജാവ് ലോകപാലന്മാരുടെ വീര്യത്തെ ധരിക്കുന്നവനാകയാൽ തെറ്റു ചെയ്താൽ പോലും ആ പ്രജകളാൽ ഹനിക്കപ്പെടുവാൻ അർഹനല്ല. അപ്പം അതുകൊണ്ട് ആ മുനിമാര് ശപിച്ചതാണ്. അപ്പോൾ ആ പ്രജാശാസനം എന്ന ദണ്ഡത്തെ വഹിച്ചിരിക്കുന്ന ആ രാജാവ്, വേന മഹാരാജാവ്, സ്വധർമ്മം അനുഷ്ഠിക്കുന്നവനാണല്ലോ. അപ്പോൾ ധർമ്മം അറിയുന്ന മുനിമാർ എന്ത് ദോഷം ചെയ്തതിനാണ് ആ വേനനിൽ ശാപം ഏൽപ്പിച്ചത്? പ്രജകൾ മുനിമാരെ പ്രേരിപ്പിച്ചത് കൊണ്ടാണ് അവർ ശപിച്ചതെന്ന് വന്നുകൂടുവാൻ പാടില്ലെന്ന് സൂചിപ്പിക്കുന്നു. പ്രജാപരിപാലനത്തിനായിട്ട് ദീക്ഷിച്ചിരിക്കുന്ന ആ രാജാവിൽ, വേന മഹാരാജാവിൽ ദോഷാംശമുണ്ടെങ്കിൽ കൂടെ പ്രജകൾ അദ്ദേഹത്തെ അപമാനിച്ചുകൂടാ. എന്തുകൊണ്ടെന്നാൽ രാജാവിൻ്റെ തേജസ്സിലാണ് ഇന്ദ്രാദി ലോകപാലന്മാരുടെ വീര്യം അടങ്ങിയിരിക്കുന്നത്. വർഷമില്ലാതെ ഇരിക്കുന്ന കാലത്ത് വർഷാദികളെ ജനിപ്പിക്കുവാനുള്ള ശക്തി രാജാക്കന്മാരിൽ കാണാറുണ്ടല്ലോ. അപ്രകാരം രക്ഷിക്കുന്ന രാജാവിനെ വെറുക്കുന്നത് കൃതജ്ഞരായിട്ടുള്ള പ്രജകളുടെ ധർമ്മം ആയിരിക്കുകയില്ല. അതുകൊണ്ട് ഹേ ബ്രഹ്മജ്ഞ, ഈ വേനൻ്റെ ആ ദുർവ്യാപാരം ഏതു വിധം ആയിരുന്നു എന്നുള്ളത് പറഞ്ഞു തരണം എന്നൊക്കെയുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ ആ വ്യാഖ്യാനം നമുക്ക് നോക്കാം. വ്യാഖ്യാനത്തിൽ ധർമ്മകോവിദാഹ മുനയോ, ധർമ്മിഷ്ഠന്മാരായിരിക്കുന്ന മുനിമാർ രാജ്ഞിയെ, ആ രാജാവിനെ കഥം ശാപം ദതു, എന്തുകൊണ്ടാണ് ആ ശാപം കൊടുത്തത്? കിംച പ്രജാപാല, കാരണം ആ പ്രജാപാലകനായിരിക്കുന്ന അദ്ദേഹം പാപവാനാണെങ്കിൽ കൂടി
പ്രജാഭിർനാവജ്ഞേഹ, ആ പ്രജകൾ ആ രാജാവിനെ അപമാനിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ആ രാജാവിനെ എന്തുകൊണ്ടാണ് മുനിമാർ ശപിച്ചത്? ധർമ്മകോവിദാഹ മുനയോ, ധർമ്മിഷ്ഠന്മാരായിരിക്കുന്ന ധർമ്മത്തെപ്പറ്റി അറിയാവുന്ന ആ മുനിമാർ ആ രാജാവിന് രാജ്ഞിയെ കഥം ശാപം തന്നു, എന്തുകൊണ്ടാണ് ശാപം കൊടുത്തത്? കിംച പ്രജാപാലകൻ ആയിരിക്കുന്ന രാജാവിന് അദ്ദേഹം പാപവാനാണെങ്കിൽ പോലും പ്രജകളിൽ നിന്നും അവജ്ഞ ഉണ്ടാവില്ല. പ്രജാഭിർനാവജ്ഞേഹ, അവജ്ഞ ഉണ്ടാവാൻ പാടില്ല. ധർമ്മകോവിദാഹ മുനയോ രാജ്ഞേ കഥം ശാപം ദദു കിംച പ്രജാപാലക പാപവാനപി പ്രജാഭിർനാവജ്ഞേഹ അതാണ് അതിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്തത് 23-ാമത്തെ ശ്ലോകം. നാവധ്യേയ പ്രജാപാല പ്രജാഭിരഘവാനപി യദസൗ ലോകപാലാനാം ബിഭർത്യോജസ്വതേജസ. നാവധ്യേയ പ്രജാപാലഃ പ്രജാഭിരഘവാനപി യദസൗ ലോകപാലാനാം ബിഭർത്യോജ സ്വതേജസ. രാജാവ് തെറ്റ് ചെയ്താൽ പോലും ആ പ്രജകളാൽ രാജാവിനെ വധിക്കാൻ പാടില്ല. കാരണം ഇദ്ദേഹം ആ ലോകപാലന്മാരുടെ ആ ഓജസ്സിനെ സ്വവൈഭവത്താൽ, സ്വന്തം തേജസ്സിനാൽ വഹിക്കുന്നവരാണ്. നാവധ്യേയം പ്രജാപാലഃ, ആ പ്രജാപാലനെ ഒരിക്കലും വധിക്കാൻ പാടില്ല. പ്രജാഭിർ അഘവാനപി, രാജാവ് പാപിഷ്ഠനാണെങ്കിൽ പോലും പ്രജകൾ രാജാവിനെ വധിക്കാൻ പാടില്ല. യദസൗ ലോകപാലാനം, എന്തുകൊണ്ടെന്നാൽ ആ ലോകപാലന്മാരുടെ ബിഭർത്യോജ, ആ ലോകപാലന്മാരുടെ ആ ഓജസ്സിനെ വഹിക്കുന്ന ആളാണ് ബിഭർത്തി, വഹിക്കുന്ന ആളാണ് രാജാവ്. സ്വന്തം തേജസ് കൊണ്ട് വഹിക്കുന്ന ആളാണ് രാജാവ്. നാവധ്യേയ പ്രജാപാലക പ്രജാഭിരഘവാനപി യദസൗ ലോകപാലാനാം ബിഭർത്യോജസ്വതേജസ. വാക്കുകൾ പ്രജാപാലക, രാജാവ്, അഘവാൻ അപി, തെറ്റു ചെയ്താൽ പോലും, പ്രജാഭി, പ്രജകളാൽ, ന അവധ്യേയ, വധ്യൻ അല്ല. യത്, കാരണം, അസൗ, ഇദ്ദേഹം, ലോകപാലാനാം, ദിക്പാലന്മാരുടെ, ഓജസ്സിനെ, സ്വതേജസ, സ്വവൈഭവത്താൽ, വിഭർത്തി, വഹിക്കുന്നു. എന്നൂടി പറയാം. പ്രജാപാലക, രാജാവ്, അഘവാൻ അപി, തെറ്റു ചെയ്താൽ പോലും, പ്രജാഭി, പ്രജകളാൽ, ന അവധ്യേയ, വധ്യനല്ല. യത്, കാരണം, അസൗ, ഇദ്ദേഹം, ലോകപാലാനാം, ദിക്പാലന്മാരുടെ, തേജസ്സിനെ, സ്വതേജസ, സ്വവൈഭവത്താൽ, വിഭർത്തി, വഹിക്കുന്നു. അതിലത്തെ അന്വയം വന്നിട്ട് പ്രജാപാലക അഘവാനപി പ്രജാഭി ന അവധ്യേയ യത് അസൗ ലോകപാലാനാം സ്വതേജസ വിഭർത്തി. എന്നുകൂടി പറയാം. പ്രജാപാലക അഘവാനപി പ്രജാഭി ന അവധ്യേയ യത് അസൗ ലോകപാലാനാം സ്വതേജസ വിഭർത്തി. രാജാവ് തെറ്റു ചെയ്താൽ പോലും പ്രജകളാൽ വധ്യനല്ല. കാരണം ഇദ്ദേഹം ദിക്പാലന്മാരുടെ ഓജസ്സിനെ സ്വന്തം വൈഭവത്താൽ വഹിക്കുന്നവരാണ്. ഇന്ദ്രാദി ലോകപാലന്മാരുടെ വീര്യം ചേർത്തിണക്കിയാണ് രാജാവിനെ സൃഷ്ടിച്ചതെന്ന് മനുസ്മൃതിയിൽ പറയുന്നു. അപ്പം ഇന്ദ്രാനിലയമാർക്കാണാം അഗ്നേശ്ച വരുണസ്യ ച ചന്ദ്രവിത്തേശയോശ്ചൈവ മാത്രാ നിർഹൃത്യ ശാശ്വതീ യസ്മാദേഷാം സുരേന്ദ്രാണാം മാത്രാഭ്യോ നിർമ്മിതോ നൃപ തസ്മാദഭിഭവേത്യേഷ സർവഭൂതാനി തേജസ. ദുഷ്ടരാജാക്കന്മാർ രാജ്യഭ്രഷ്ടരാകാനും കൊല്ലപ്പെടുവാനും സാധ്യതയുണ്ടെന്നും മനുസ്മൃതിയിൽ തന്നെ പറയുന്നുണ്ട്. മോഹാദ് രാജാ സ്വരാഷ്ട്രം യ കർഷയത്യനവേക്ഷയാ സോജിരാത് ഭ്രശ്യത്തെ രാജ്യാത് ജീവിതാച്ച സബാന്ധവ. മനുസ്മൃതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ അധർമ്മശീലനായിരിക്കുന്ന രാജാവ് രാക്ഷസാംശം എന്ന് പറയുന്നു. യോഹി ധർമ്മപരോ രാജാ ദേവാംശോന്യശ്ച രാക്ഷസാം അംശഭൂതോ ധർമ്മലോപി പ്രജാ പീഡാകരോ ഭവേത്. ഇനി വരാൻ പോകുന്ന ഭാഗങ്ങളിൽ വിശദമായി വർണ്ണിക്കപ്പെടുന്ന വേനൻ്റെ ചരിത്രം വായിച്ചാൽ ആ വേനൻ രാക്ഷസാംശനാണെന്ന് മനസ്സിലാകും. അപ്രകാരമുള്ള രാജാവിനെ ശിക്ഷിക്കുക തന്നെ എന്നാണ് അതിൻ്റെ ധർമ്മം.
അതുകൊണ്ടാണ് ആ ഋഷിമാർ ശപിച്ചത് എന്നർത്ഥം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രജാപരിപാലനം ദീക്ഷയായിട്ട് സ്വീകരിച്ചിരിക്കുന്ന രാജാവിൽ ദോഷമുണ്ടെങ്കിൽ കൂടെ പ്രജകൾ അദ്ദേഹത്തെ ധിക്കരിക്കാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ രാജാവിൻ്റെ തേജസ്സിൽ ഇന്ദ്രാദി ലോകപാലന്മാരുടെ വീര്യം അടങ്ങിയിരിക്കുന്നു. ഇവിടെ അത് പറഞ്ഞു. പ്രജാപരിപാലനത്തിനായിട്ട് ദീക്ഷിച്ചിരിക്കുന്ന രാജാവിൽ ദോഷാംശമുണ്ടെങ്കിൽ കൂടി ആ പ്രജകൾ അദ്ദേഹത്തെ അവമാനിച്ചുകൂടാ. എന്തുകൊണ്ടെന്നാൽ പ്രജകൾ മുനിമാരെ പ്രേരിപ്പിച്ചതുകൊണ്ട്, അപ്പോൾ വേനൻ രാജാവായതുകൊണ്ട് പ്രജാശാസനം അദ്ദേഹത്തിൻ്റെ സ്വധർമ്മമാണ്. അങ്ങനെ ഇരിക്കുന്ന രാജാവിനെ ശപിക്കുന്നത് ന്യായമല്ലെന്നുള്ള ധർമ്മശാസ്ത്രം ന്യായമല്ലെന്നുള്ള ആ ധർമ്മശാസ്ത്രം അറിയുന്ന മുനിമാർ വേനനിൽ എന്തൊരു ദോഷത്തെ ഉദ്ദേശിച്ചിട്ടാണ് ശാപം ഏൽപ്പിച്ചതെന്നാണ് ചോദിച്ചത്. അപ്പോൾ പ്രജകൾ മുനിമാരെ പ്രേരിപ്പിച്ചത് കൊണ്ടാണ് അവർ ശപിച്ചതെന്ന് വന്നുകൂടാൻ പാടില്ല. അതിനെ സൂചിപ്പിച്ചിട്ടാണ് പ്രജാപരിപാലനത്തിനായിട്ട് ദീക്ഷിച്ചിരിക്കുന്ന രാജാവിൽ ദോഷാംശമുണ്ടെങ്കിൽ കൂടി പ്രജകൾ അദ്ദേഹത്തെ അവമാനിച്ചുകൂടാ എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ രാജാവിൻ്റെ തേജസ്സിലാണ് ഇന്ദ്രാദി ലോകപാലന്മാരുടെ വീര്യം അടങ്ങിയിരിക്കുന്നത്. വർഷമില്ലാതെ ഇരിക്കുന്ന കാലത്ത് വർഷാദികളെ ജനിപ്പിക്കുവാനുള്ള ശക്തി രാജാക്കന്മാരിൽ കാണാറുണ്ടല്ലോ. അടുത്ത ശ്ലോകത്തിൽ വരണം. അപ്പോൾ ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ എന്താ പറയണമെന്ന് നോക്കാം. ധർമ്മകോവിദാഹ മുനിയോ രാജ്ഞി കഥം ശാപ അത് പറഞ്ഞു. ഏതത് വേനചേഷ്ടിതം മഹ്യം ആഖ്യാഹി. ഇപ്രകാരം ആ വേനൻ്റെ ചേഷ്ടിതങ്ങൾ എന്നാൽ പറയപ്പെടുന്നു. എല്ലാവരും അറിയാൻ വേണ്ടി ഏതസ്ത്വം സർവജ്ഞോസി, എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് അനി ആ വേനൻ്റെ ചരിത്രമാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. മൈത്രേയ ഉവാച അപ്പോൾ അത് 24ാമത്തെ ശ്ലോകം. ഏതദാഖ്യാഹിമേ ബ്രഹ്മൻ സുനീതാത്മചേഷ്ടിതം ശ്രദ്ധാനായ ഭക്തായ ത്വം പരാവരവിത്തമഃ. ഏതദാഖ്യാഹിമേ ബ്രഹ്മൻ സുനീതാത്മചേഷ്ടിതം ശ്രദ്ധാനായ ഭക്തായ ത്വം പരാവരവിത്തമഃ. അല്ലയോ ബ്രഹ്മജ്ഞാനിൻ, ഈ സുനീതാപുത്രൻ്റെ ആ കഥ ചരിത്രം, ഈ വേനൻ്റെ ചരിത്രം ശ്രദ്ധാലുവും ഭക്തനുമായിരിക്കുന്ന എനിക്ക് പറഞ്ഞു തരണം. അങ്ങ് കാര്യകാരണ വിവരം ഉള്ളവനാണല്ലോ എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഏതദാഖ്യാഹിമേ ബ്രഹ്മൻ, അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരണം. സുനീതാത്മജ ചേഷ്ടിതം, ആ വേനൻ്റെ ചേഷ്ടിതങ്ങൾ എന്താണെന്ന്. ശ്രദ്ധാനായ ഭക്തായ, ശ്രദ്ധയുള്ളവനും ഭക്തനുമായ മേ, എന്നെ എനിക്ക് ആഖ്യാഹി പറഞ്ഞു കേൾപ്പിച്ചു തരണം. ത്വം, അവിടുന്ന് പരാവരവിത്തമഃ, കാര്യകാരണ വിവരം ഉള്ളവനാണല്ലോ എന്നാണ് ചോദിക്കുന്നത്. പൈത്ത പദങ്ങൾ. ഹേ ബ്രഹ്മൻ, അലയോ ബ്രഹ്മജ്ഞാനിൻ, ഏതത്, ഈ സുനീതാത്മജ ചരിത്രം ചേഷ്ടിതം, ഈ സുനീതാപുത്രൻ്റെ ചരിതം, ശ്രദ്ധാനായ ശ്രദ്ധാലുവും ഭക്തനുമായ മേ, എനിക്ക് ആഖ്യാഹി പറഞ്ഞു തരണം. ത്വം, അങ്ങ് പരാവരവിത്തമഃ, കാര്യകാരണ വിവരം ഉള്ളവനാണല്ലോ. എന്നുകൂടി പറയാൻ പദങ്ങളെ. ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മജ്ഞാനിൻ, ഏതത്, ഈ സുനീതാത്മജ ചേഷ്ടിതം, സുനീതാപുത്രൻ്റെ ചരിതം, സുനീതയുടെ പുത്രനാണ് വേനൻ, ചരിതം, ശ്രദ്ധാനായ ശ്രദ്ധാലുവും ഭക്തനുമായ മേ, എനിക്ക് ആഖ്യാഹി പറഞ്ഞു തരണം. ത്വം, അങ്ങ് പരാവരവിത്തമഃ, കാര്യകാരണ വിവരം ഉള്ളവനാണല്ലോ. അല്ലയോ ബ്രഹ്മൻ, കാര്യകാരണങ്ങൾ അറിയുന്നവനിൽ ശ്രേഷ്ഠനായിരിക്കുന്ന അങ്ങ് സുനീതാപുത്രനായ വേനൻ്റെ ചരിത്രം ശ്രദ്ധാലുവും ഭക്തനുമായിട്ടുള്ള എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തന്നാലെന്നാണ്. അപ്പോൾ ഇതിൽ അന്വയം വന്നിട്ട് ഹേ ബ്രഹ്മൻ, ഏതൽ സുനീതാത്മജ ചേഷ്ടിതം ചരിതം ശ്രദ്ധാനായ ഭക്തായ മേ ആഖ്യാഹി ത്വം പരാവരവിത്തമഃ. ഹേ ബ്രഹ്മൻ, ഏതൽ സുനീതാത്മജ ചേഷ്ടിതം ചരിതം ശ്രദ്ധാനായ ഭക്തായ മേ ആഖ്യാഹി ത്വം പരാവരവിത്തമഃ. അപ്പോൾ ഹേ ബ്രഹ്മജ്ഞ, സുനീതാപുത്രനായിരിക്കുന്ന വേനൻ്റെ ആ ദുർവ്യാപാരം ഏതു വിധം ഉള്ളതായിരുന്നുവെന്ന് ശ്രദ്ധയും ഭക്തിയുമുള്ള എന്നോട് അരുളി ചെയ്യണം. അങ്ങ് കഴിഞ്ഞതും കഴിയുന്നതും വരാൻ പോകുന്നതുമായിരിക്കുന്ന കാര്യങ്ങൾ അറിയുന്നവരിൽ ഉത്തമൻ ആണല്ലോ. അതുകൊണ്ട് ഹേ ബ്രഹ്മജ്ഞ, സുനീതാപുത്രനായിരിക്കുന്ന വേനൻ്റെ ദുർവ്യാപാരം
ഏതു വിധം ഉള്ളതായിരുന്നു എന്നതിനെപ്പറ്റി ശ്രദ്ധയും ഭക്തിയുമുള്ള എന്നോട് അരുളി ചെയ്യണം. കഴിഞ്ഞതും കഴിയുന്നതും വരാൻ പോകുന്നതും അറിയുന്നവരിൽ വെച്ച് ഉത്തമനായിരിക്കുന്ന നിന്ദ്രിവടി അതൊക്കെ അറിഞ്ഞിരിക്കുമല്ലോ. അതുതന്നെയാണ് ഈ വ്യാഖ്യാനത്തിൽ പറഞ്ഞത്. ബഭൂവ യസ്മാത് വനം സഗതവാൻ ധർമ്മകോവിദാമുനയോ രാജ്ഞേ കഥം ശാപം ദദുഃ കിം ജ പ്രജാപാല പാപവാനപി പ്രജാഭിർനാവജ്ഞേയഃ ഏതത് വേനചേഷ്ടിതം. ഇപ്രകാരമുള്ള വേനചേഷ്ടിതത്തെ മഹ്യം ആഖ്യാഹി, എനിക്ക് പറഞ്ഞു തരണം. ഏതത് വേനചേഷ്ടിതം മഹ്യം ആഖ്യാഹി യതസ്ത്വം സർവജ്ഞോസി, അങ്ങ് ഇതിനൊക്കെ പറ്റിയിട്ട് മുഴുവനായിട്ട് അറിയുന്നവനാണല്ലോ. ഏതത് വേനചേഷ്ടിതം മഹ്യം ആഖ്യാഹി യതസ്ത്വം സർവജ്ഞോസി എന്നാണ് ശ്ലോകത്തിൽ പറഞ്ഞത്. അപ്പോൾ അടുത്ത ശ്ലോകം ആ വേനൻ്റെ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. മൈത്രേയ ഉവാച അംഗോശ്വമേധം രാജർഷിർ രാജഹാര മഹാക്രതും നാജഗ്മുർദേവദാസ്തസ്മിന്നാഹൂത ബ്രഹ്മവാദിഭിः. അംഗോശ്വമേധം രാജർഷിർ രാജഹാര മഹാക്രതും നാജഗ്മുർദേവദാസ്തസ്മിന്നാഹൂത ബ്രഹ്മവാദിഭിः. രാജർഷിയായിരിക്കുന്ന അംഗൻ അശ്വമേധം എന്ന മഹായാഗം നടത്തി. അതിൽ വേദജ്ഞരായിരിക്കുന്ന ഋത്തിക്കുകളാൽ ആവാഹിതരായിട്ട് പോലും ആ ദേവകളാരും അവിടെ എത്തിയില്ല എന്നുള്ളതാണ് പറയുന്നത്. അംഗൻ നല്ല രാജാവായിരുന്നു. അദ്ദേഹം വലിയ അശ്വമേധയാഗം കഴിച്ചപ്പോൾ അവിടെ ആ ഋത്തിക്കുകൾ, വലിയ വലിയ ഋത്തിക്കുകളൊക്കെയാണ് അവിടെ ആ യജ്ഞത്തിൽ ആ ഹോമം ചെയ്ത ദേവന്മാർക്ക് ആഹൂതി ചെയ്തത്. ആവാഹിതരായി ദേവന്മാർ ചെയ്തപ്പോൾ അത് ചെയ്തിട്ട് പോലും വേദജ്ഞരായിട്ടുള്ള ഋത്തിക്കുകളാൽ ആവാഹിതരായിട്ട് പോലും ദേവതമാർ അവിടെ വന്നില്ല. ആ സമയത്ത് അവിടെ വന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത് ഈ ശ്ലോകത്തിൽ. അംഗോ അശ്വമേധം രാജർഷിർ രാജഹാര മഹാകൃതും. രാജർഷിയായിരിക്കുന്ന അംഗൻ അശ്വമേധം എന്ന ആ വലിയ മഹായാഗത്തെ ചെയ്തു. നാജഗ്മുർ എന്നാൽ ആരും, ഒരു ദേവതമാരും ദേവദാസ് തസ്മിൻ ആഹൂത അവിടെ എത്തിപ്പെട്ടില്ല. എന്താ ആരാ ചെയ്യപ്പെട്ട ആഹൂതിയ ബ്രഹ്മവാദിവി, ബ്രഹ്മജ്ഞന്മാരാൽ ചെയ്യപ്പെട്ട ആഹൂതികൾ കൊണ്ടുപോലും അവിടെ ദേവന്മാർ പ്രത്യക്ഷപ്പെട്ടില്ല. പദങ്ങൾ രാജർഷിയായ അംഗൻ അശ്വമേധം എന്ന മഹാകൃതം മഹായാഗം ആജഹാര നടത്തി. തസ്മിൻ അതിൽ ബ്രഹ്മവാദിഭി വേദജ്ഞരായ ഋത്തിക്കുകളാൽ ആഹൂതാഹ ആവാഹിതരായിട്ട് പോലും ദേവതകൾ ആജഗ്മുഹു വന്നില്ല. കൂടി പറയാം. രാജർഷിയായിരിക്കുന്ന അംഗൻ അശ്വമേധം എന്ന മഹാകൃതും മഹായാഗം ആജഹാര നടത്തി. തസ്മിൻ അതിൽ ബ്രഹ്മവാദിഭി ബ്രഹ്മജ്ഞരായ ഋത്തിക്കുകളാൽ ആഹൂതാഹ ആവാഹിതരായിട്ട് പോലും ദേവതകൾ ആജഗ്മുഹു വന്നില്ല. അതിലത്തെ അന്വയം രാജർഷി അംഗഃ അശ്വമേധം മഹാകൃതും ആജഹാര തസ്മിൻ ബ്രഹ്മവാദിഭി ആഹൂതാഹ ദേവതാഹ ആജഗ്മുഹു. എന്നുകൂടി പറയാം. രാജർഷി അംഗഃ അശ്വമേധം മഹാകൃതും ആജഹാര തസ്മിൻ ബ്രഹ്മവാദിഭി ആഹൂതാഹ ദേവതാഹ ആജഗ്മു. രാജർഷിയായിരിക്കുന്ന അംഗൻ അശ്വമേധം എന്ന മഹായാഗം നടത്തി. അതിൽ വേദജ്ഞരായ ഋത്തിക്കുകളാൽ ആവാഹിതരായിട്ട് പോലും ദേവതകൾ വന്നില്ല. രാജർഷിയായിരിക്കുന്ന അംഗൻ അശ്വമേധം എന്ന മഹായാഗം ആരംഭിച്ചു. യാഗകർമ്മങ്ങൾ നന്നായി അറിയാവുന്ന ഋത്തിക്കുകൾ എത്ര തന്നെ ആവാഹിച്ചിട്ടും ദേവന്മാർ തങ്ങളുടെ ഭാഗങ്ങൾ സ്വീകരിക്കുവാൻ വന്നില്ല. ഇത്രയും പറയുകയാണ്. രാജർഷിയായിരിക്കുന്ന ആ അംഗൻ യാഗങ്ങളിൽ വെച്ച് മഹത്തരം ആയിരിക്കുന്ന ആ അശ്വമേധം ആരംഭിച്ചു. ആ യാഗത്തിൽ വേദമന്ത്രങ്ങൾ നന്നായി അറിയുന്ന ഋത്തിക്കുകളാൽ ആ യജ്ഞഭാഗം സ്വീകരിക്കാൻ വിളിക്കപ്പെട്ട ദേവതകൾ അവിടെ എത്തിച്ചേർന്നില്ല. ആ രാജാവായിരുന്നാലും ഋഷിതുല്യനായിരിക്കുന്ന ആ അംഗരാജാവ് യാഗങ്ങളിൽ വെച്ച് മഹത്തായിരിക്കുന്ന അശ്വമേധം ആരംഭിച്ചു. ആ യാഗത്തിൽ വേദമന്ത്രങ്ങളെ നന്നായി അറിയുന്ന ഋത്തിക്കുകളിൽ യാഗഭാഗം സ്വീകരിപ്പാനായിട്ട് വിളിക്കപ്പെട്ട ആ ദേവതകൾ ആഗമിച്ചില്ല. ഇതിൽ അന്വയത്തിൽ എന്താ പറഞ്ഞതെന്ന് നോക്കുക. മൈത്രേയ ഉവാച സോങ്കോ ആ അംഗരാജാവ് അശ്വമേധം ചകാര അശ്വമേധം ചെയ്തു. യഥാ യജ്ഞ എന്നാൽ ആ യജ്ഞത്തിൽ ഋഷിഭിരാഹൂതാഹ ഋഷിമാരാൽ
ആവാഹനം ചെയ്യപ്പെട്ടിട്ടുള്ള ദേവാഹ ദേവതകൾ അത് യജ്ഞഭാഗം സ്വീകരിക്കാൻ നാജഗ്മുഹു അവിടെ വന്നില്ല. എന്നുകൂടി പറയാം. സോങ്കോ രാജ അങ്കോ മൈത്രേയ ഏകദ ഒരിക്കൽ സോങ്കോ അംഗരാജാവ് രാജാവായിരിക്കുന്ന അംഗരാജ് സോങ്കോ രാജ അശ്വമേധം ചെയ്തു. യഥാ അതിൽ ആ യജ്ഞത്തിൽ അപ്പോൾ ആ യജ്ഞത്തിൽ ഋഷിഭിർ ആഹൂത ഋഷിമാരാൽ ആഹൂതി ചെയ്യപ്പെട്ടിട്ട് പോലും ദേവാഹ ദേവന്മാർ നാജഗ്മുഹു അവിടെ വന്നു ചേർന്നില്ല. ഏകദാ സോങ്കോ രാജ അശ്വമേധം ചകാര യഥാ യജ്ഞേ ഋഷിഭിരാഹൂത ദേവാഹ നാജഗ്മുഹു എന്നതാണ് അതിലത്തെ വ്യാഖ്യാനത്തിൽ പറയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 26-ാമത്തെ ശ്ലോകം. വിസ്മിതാസ്തത്ര യജമാനമഥർദ്വിജഃ ഹവീംഷി ഹൂയമാനാനി നതേ ഗൃഹന്തി ദേവതാഃ. തമൂജുർവിസ്മിതാസ്തത്ര യജമാനമഥർദ്വിജഃ ഹവീംഷി ഹൂയമാനാനി നതേ ഗൃഹന്തി ദേവതാഃ. പിന്നെ ആ ഹോമിക്കപ്പെടുന്ന ആ ഹവിസ് ദേവതകളെ സ്വീകരിക്കുന്നില്ല. അതിൽ ആശ്ചര്യപ്പെട്ടിട്ട് ആ ഋത്വിക്കുകൾ ആ യജമാനോട് പറയുകയാണ്. തമൂജർ പറയുകയാണ് വിസ്മിതാസ്തത്ര ആശ്ചര്യവാന്മാരായിട്ട് ആ യജമാനോട്. യജമാനമഥർദ്വിജ ഋത്വിക്കുകൾ പറയുകയാണ് ഇങ്ങനെ ആ ദേവന്മാർ വന്നു ചേരാത്തത് എന്താണെന്ന് മനസ്സിലാവാതെ ആശ്ചര്യം വന്ന ആ ഋത്വിക്കുകൾ ആ രാജാവിനോട് പറയുകയാണ്. ഹവീംഷി ഹൂയമാനാനി നതേ ഗൃഹന്തി ദേവത. ദേവന്മാരൊന്നും ആ ആഹൂതികളെ സ്വീകരിക്കാൻ ആ യജ്ഞഭാഗം സ്വീകരിക്കാൻ വേണ്ടി അവിടെ എത്താത്തത് കണ്ടപ്പോൾ ആശ്ചര്യപ്പെട്ടിട്ട് ആ ഋത്വിക്കുകൾ ആ യജമാനായിരിക്കുന്ന ആ അംഗരാജാവിനോട് ചോദിക്കുകയാണ്. അതിലത്തെ പദങ്ങൾ അഥ പിന്നെ, ഹൂയമാനാനി ഹോമിക്കപ്പെടുന്ന, തേ അങ്ങയുടെ, ഹവീംഷി ഹവിസ്, ദേവതാഹ ദേവതകൾ, ന ഗൃഹന്തി സ്വീകരിക്കുന്നില്ല, തത്ര അതിൽ, വിസ്മിതാഹ വിസ്മയിക്കപ്പെട്ടവരായിരിക്കുന്ന, ഋത്വിജഹ ഋത്വിക്കുകൾ, തം യജമാനം ഊജുഹു ആ യജമാനോട് പറഞ്ഞു. എന്നുകൂടി പറയാം. അഥ പിന്നെ, ഹൂയമാനാനി ഹോമിക്കപ്പെടുന്ന, തേ അങ്ങയുടെ, ഹവീംഷി ഹവിസ്, ദേവതാഹ ദേവതകൾ, ന ഗൃഹന്തി സ്വീകരിക്കുന്നില്ല എന്നുള്ള വർത്തമാനമാണ് യജമാനോട് വളരെ ആശ്ചര്യപൂർവ്വം അവർ പറയുന്നത്. ഗൃഹന്തി സ്വീകരിക്കുന്നില്ല എന്ന് തത്ര അതിൽ വിസ്മയിച്ചവരായിട്ട്, വിസ്മിതാഹ ഋത്വിജാഹ ഋത്വിക്കുകൾ, തം യജമാനം ഊജുഹ യജമാനോട് പറയുകയാണ്. അപ്പം അതിൽ തന്വയം വന്നിട്ട് അഥ ഹൂയമാനാനി തേ ഹവീംഷി ദേവതാഹ ന ഗൃഹന്തി തത്ര വിസ്മിതാഹ ഋത്വിജാഹ തം യജമാനം ഊചുഹു. അഥ ഹൂയമാനാനി തേ ഹവീംഷി ദേവതാഹ ന ഗൃഹന്തി തത്ര വിസ്മിതാഹ ഋത്വിജഃ തം ഊചുഹു. പിന്നെ ആ ഹോമിക്കപ്പെടുന്ന അങ്ങയുടെ ആ ഹവിസ് ദേവതകൾ സ്വീകരിക്കുന്നില്ല എന്ന് ആ വിസ്മയിച്ചവരായിരിക്കുന്ന ഋത്വിക്കുകൾ ആ യജമാനോട് പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ വിസ്മയപ്പെട്ട ഋത്വിക്കുകൾ യജമാനായിരിക്കുന്ന അംഗനോട് പറഞ്ഞു, അങ്ങ് ഹോമിക്കുന്ന ആ ഹവിസുകൾ ആ ദേവതകൾ ആരും സ്വീകരിക്കുന്നില്ല. കർമ്മം നടത്തുന്ന ആചാര്യന്മാർക്ക് ആശ്ചര്യം തോന്നി. അവർ യജമാനായിരിക്കുന്ന അംഗരാജാവിനോട് പറഞ്ഞു, ഹേ രാജൻ, ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി ഹോമിക്കുന്ന ഹവിസുകളെ ദേവന്മാർ സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഇതിൽ വന്നിട്ട് തഥാ വിസ്മിതാഹ അപ്പോൾ വിസ്മിതന്മാരായിട്ട് ആശ്ചര്യപ്പെട്ടവരായിട്ട് ഋത്വിക് ജോംഗം ആ ഋത്വിക്കുകളെ അങ്കനോട് ജഗദു അങ്കനോട് പറഞ്ഞു, ഹേ അങ്ക അല്ലയോ അങ്ക, ഹവീംഷി ആ ശ്രദ്ധയോട് കൂടിയിട്ട് ഹവിസ് സമ്പാദിതാനി
ഹൂയമാനാനി സമ്പാദിക്കുന്നതിനായിട്ട് ആ ആഹൂതി ചെയ്യപ്പെട്ട സമ്പാദിക്കാനായിട്ട് ദേവതാഹ ന ഗൃഹന്തി ദേവതമാരതിനെ സ്വീകരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. തഥാ വിസ്മിതാഹ അപ്പോൾ വിസ്മയിക്കപ്പെട്ടവരായിട്ട് ഋത്വിക്കുകൾ ഋത്വിജോംഗ ഋത്വിക്കുകൾ അങ്കനോട് ജഗതുഹു പറഞ്ഞു, ഹേ അങ്കാലയോ അങ്ക ത്വയ അങ്ങയാൽ ഹവീംഷി അങ്ങയാൽ ആഹൂതി ചെയ്യപ്പെടുന്ന ആ ഹവിസ് ശ്രദ്ധയാ സമ്പാദിതാനി ശ്രദ്ധയോടുകൂടി സമർപ്പിക്കപ്പെടുന്ന ആ ഹവിസ് സ്വീകരിക്കാനായിട്ട് ഹൂയമാനാനി സമ്പാദിതാനി ഹവീംഷി ദേവതാഹന ഗൃഹന്തി ദേവതമാരതിനെ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ പറഞ്ഞ വ്യാഖ്യാനം തഥാ വിസ്മിതാഹ ഋത്വിജോംഗ ജഗതു ഹേ അംഗത്വയാ ഹവീംഷി ശ്രദ്ധയാ സമ്പാദിതാനി ഹൂയമാനാനി ദേവതാഹ ഗൃഹന്തി. അപ്പോൾ രാജർഷിയായിരിക്കുന്ന അംഗഹ അംഗൻ അശ്വമേധം ഇതിൽ അഥ പിന്നെ ആഹൂയമാനാനി ഹോമിക്കപ്പെടുന്ന തേ അങ്ങയുടെ ഹവീംഷി ഹവിസ് ദേവതാഹ ദേവതകൾ ഗൃഹന്തി സ്വീകരിക്കുന്നില്ല എന്ന് തത്ര അതിൽ വിസ്മിതാഹ വിസ്മയിക്കപ്പെട്ടവരും ഋത്വിക്കുകൾ ആ തം യജമാനം ഊജുഹു ആ യജമാനോട് പറഞ്ഞു. അതിലത്തെ അന്വയം വന്നിട്ട് അഥ ഹൂയമാനാനി തേ ഹവീംഷി ദേവതാഹ ഗൃഹന്തി തത്ര വിസ്മിതാഹ ഋത്വിജഃ തം യജമാനഃ ഊജുഹു എന്നാണ് പറഞ്ഞത്. ഹോമിക്കപ്പെടുന്ന അങ്ങയുടെ ആ ഹവിസ് ദേവതകൾ സ്വീകരിക്കുന്നില്ല എന്ന് ആ വിസ്മയിക്കപ്പെട്ടവരായിരിക്കുന്ന ഋത്വിക്കുകൾ ആ യജമാനായിരിക്കുന്ന ആ അംഗനോട് പറഞ്ഞു. അപ്പോൾ 26-ാമത്തെ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഹരേ കൃഷ്ണ.